ഹായ് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതമാകുന്ന ഇരുൾ വഴിയിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടോ? നിങ്ങൾ നിന്നിട്ടുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഹെൽപ്പും സഹായവും ചെയ്യാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഏകനായി നിന്ന നിമിഷങ്ങളെ ഓർക്കുന്നുണ്ടോ? അവിടെ തുടങ്ങണം ജീവിതം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് തരുന്നത് എന്തിനാണെന്നറിയാവോ? ഒരു കൊല്ലൻ ആലയിലിട്ട് മൂർച്ച കൂട്ടി പണിയുന്നൊരു വാക്കത്തി പോലെ നമ്മളെ മിനുക്കി തേച്ച് മൂർച്ചയുള്ളതാക്കാൻ വേണ്ടി ഈശ്വരൻ തരുന്നൊരു ഉപാധിയാണ് കഷ്ടതകളും ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളും. നമ്മളത് തകർന്നു പോകരുത്. നമ്മളതിനെ ഏത് പ്രതിസന്ധിയും തൻ്റെ ഇടത്തോടുകൂടി വെല്ലുവിളികളോട് നേരിടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. ശരിയല്ലേ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷ നേരത്തെ തോന്നൽ കൊണ്ട് എത്രയോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ ആ പ്രശ്നങ്ങളിൽ തളരരുത്. ആ പ്രശ്നങ്ങൾ എൻ്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ട് എനിക്കുണ്ടായതാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് മുന്നേറുമ്പോൾ വിജയം സുനിശ്ചിതമാ സുഹൃത്തുക്കളെ. ഒരു മാറ്റവുമില്ല. നമ്മൾ ഓർക്കും നമ്മൾ തോറ്റുപോയിന്ന്. തോറ്റുപോകുന്നിടത്തുനിന്ന് ജയിക്കാൻ പഠിക്കണം. അവിടെയാണ് ജീവിതത്തിൽ പരിപൂർണത ഉണ്ടാവും. ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളുടെ നമ്മുടെ ആയുസ് കുറയുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? പിന്നെ എന്തിനാണ് നാം ഭയക്കുന്നത്? എന്തായാലും മരണം എന്ന 3 അക്ഷരം നമ്മളെ തേടിയെത്തും. ഇരുളിൻ്റെ മറവിൽ പതിയിരിക്കുന്ന ഒരു കൊള്ളിയാൻ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരാവുന്ന മരണം തിരിച്ചറിയേണ്ടത് നമ്മൾ. അഹങ്കാരവും വെറുപ്പും വിദ്വേഷങ്ങളും എല്ലാം മാറ്റിവെച്ച് നല്ലൊരു മനുഷ്യനായി ഈ ചുരുങ്ങിയ കാലം ഹാപ്പിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാവും. നല്ലൊരു മനസ്സ് മതി. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നല്ലൊരു മനസ്സ്. എല്ലാം വേണം, ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ അവസാനത്തിൽ നമ്മളെ ഓർത്തിരിക്കാൻ ഒന്നേ ഉള്ളൂ: നല്ലൊരു മനുഷ്യനാവുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ബൈ.